ക്വസ്റ്റ്യൻ ഫണ്ണി ആയിട്ട് ചോദിക്കാം. അത് ചോദിക്കട്ടെ? വേറൊന്നുമല്ല, ഇപ്പം ഈ ഷോർട്സ് ഒക്കെ ഇട്ട് ഫസ്റ്റ് എടുത്തെന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാർ തള്ളിപ്പറഞ്ഞു, വീണ്ടും തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഷോർട്സ് ഇട്ട് കണ്ടിട്ട് രാത്രി വന്ന് കതകി മുട്ടുന്ന ബിരുദന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാത്രി മെസ്സേജ് അയക്കുന്ന ബിരുദന്മാരുണ്ടായിരുന്നു. കഥകി മുട്ടുന്ന നമുക്ക് മെസ്സേജ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകി മുട്ടുന്ന അല്ല, അങ്ങനെയുള്ള ഞാൻ സംഭവങ്ങൾ നാട്ടുകാരനാണ്, എന്നെ മനസ്സിലായോ, ഇത്രയും സുന്ദരിയായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ ചെയ്യുമായിരുന്നു ചോദിച്ചിട്ട് ചോദ്യങ്ങൾക്കൊക്കെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ അതാണ് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം പറയാമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ ഒരു നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പൗരപ്രമുഖനാണോ? പ്രമുഖനാണ് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ കറക്റ്റ് സ്ഥലം എവിടെ? സ്ഥലം കൂടെ പറഞ്ഞു. അത് വേണ്ട അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അല്ല, അദ്ദേഹത്തിന് മാത്രമല്ല അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. ഇല്ല അത് വേണ്ട. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുമ്പം ഞാൻ ജസ്റ്റ് പുള്ളി നമ്മുടെ ഒരു ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഈ മോഡലിംഗ് ഒക്കെ തുടങ്ങി അതിന് ശേഷം അപ്പം പുള്ളി ഞാനിങ്ങനെ നോക്കി ചിരിക്കും, ഇങ്ങനെ ചിരിക്കും. അപ്പോൾ പുള്ളി എന്നെ കാണുമ്പോൾ ജാടയിട്ടില്ല, പുള്ളി ഇങ്ങനെ എന്നെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിക്കാണ് പുള്ളി എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ നമ്മളോട് മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രാത്രി എന്നെ മനസ്സിലായോ, എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ഫേസ്ബുക്കിൽ. ഞാൻ അന്നേരം ഒന്നുകൂടെ പ്രൊഫൈൽ എടുത്തു, ഈ പുള്ളിക്കാരൻ തന്നെയാണോ ഇത്? പ്രൊഫൈൽ എടുത്തു, അതെ 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 ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളവിടെ അണ്ണേന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു അണ്ണേ മനസ്സിലായി. അപ്പോൾ ആണോ, ഫോട്ടോസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ശരി താങ്ക് യു. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഉദ്ദേശിച്ചേ? അല്ല ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞേ. പുള്ളി ഭയങ്കര ഉരുണ്ട് കളി, പിന്നെ പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക ഒരു വേറൊരു ലെവൽ സംസാരം. ഞാൻ പറഞ്ഞു അണ്ണൻ എന്തുദ്ദേശിച്ചിട്ടാണ് സംസാരിച്ചതെങ്കിലും ആ സംസാരം ഇവിടെ നിർത്തിക്കോ. ഞാൻ അണ്ണനെ നമ്മുടെ നാട്ടിലൊരു ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളിനെ കാണുമ്പോൾ നമ്മളൊരാളെ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മളിപ്പോൾ കാണുമോ, നമ്മളറിയാം. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ നമ്മൾ നോക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരൻ നമ്മളെ നോക്കി നിൽക്കുമായിരിക്കും, പെട്ടെന്ന് വേറെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒരു എന്താ സംഭവം അറിയോ? ഞാൻ അണ്ണന്റെ കാര്യം പറയാ, തെറ്റിദ്ധരിക്കണ്ട. അണ്ണൻ നോക്കിയത് മുഖത്തായിരിക്കത്തില്ല, പെട്ടെന്ന് ഹാസി നോക്കിയപ്പോഴത്തേന് കണ്ണ് മാറ്റാൻ പറ്റിപ്പില്ല. അതെന്താണ് വേറെ രീതിയിലേക്ക് പരതി പോയത്, അതുകൊണ്ടായിരിക്കാം. അണ്ണ നമസ്കാരം. പക്ഷേ ഫാമിലിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ അറിയുന്ന ആളുകൾ, അവിടുത്തെ വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ നോക്കാതിരിക്കുക, അതായത് പകൽ വെളിച്ചത്തിൽ ചിരിക്കാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മാനസിക വിഷമം തോന്നാറുണ്ടോ ആ സമയത്ത്? എങ്ങനെ? തീർച്ചയായിട്ടും. പിന്നെ ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി പിന്നെ അബ്രോഡായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ഒരു സംഭവമൊക്കെ കാരണം എൻ്റെ ഈ ഫോട്ടോസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേന് ഈ ഉമ്മച്ചിയോടാണ് എല്ലാവരും ചെന്നിട്ട് നിനക്ക് നിൻ്റെ മോളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റത്തില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അതിൻ്റെ കാരണം ഉമ്മച്ചി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കാരം പർദ്ദയൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ പുള്ളിക്കാരിയോട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് സംസാരിക്കുമ്പം എന്തിനാ നിൻ്റെ വാപ്പൻ്റെ പെങ്ങന്മാർ, എൻ്റെ വാപ്പൻ്റെ വീട്ടുകാർ എല്ലാവരും വിളിച്ചിട്ട് പറയുന്നത് വാപ്പയോ മരിച്ചുപോയി, അതുകൊണ്ട് വാപ്പയോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇത് ഉമ്മച്ചിയോട് വിളിച്ചിട്ട് ചോദിക്കും പിന്നെ സ്വന്തം മോളെ അടക്കി ഒതുക്കി വളർത്താൻ പറ്റാത്ത ആളാണോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു വർഷം ഉമ്മച്ചി നാട്ടിൽ പോലും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇതൊരു പ്രൊഫഷനാണ്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത് വേറൊരു നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് നിങ്ങളോട് ഇപ്പോഴും. പക്ഷേ പുള്ളിക്കാരി എന്താ പറയുക നമ്മളോട് ഫുള്ള് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ സപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന് ഇനി ഒരു പക്ഷേ ഞാനിപ്പോൾ സിനിമയിലൊക്കെ വന്നു, സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ഒരു നടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഇത് ചെയ്തേക്കാം, അക്സെപ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പോഴും എൻ്റെ മോഡലിങ്ങിനോടോ എൻ്റെ ഞാൻ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷനോടോ പുള്ളിക്കാരി ഒട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയിലല്ല ഞങ്ങളുടെ വീട്ടിൽ ഉള്ളൊരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും എന്നെ കുറ്റം പറയും. ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ചുരിദാർ കിട്ടും, ആ ഷാൾ കിട്ടും വന്നാൽ പോലെ. എന്താ കാര്യം എന്ന് വെച്ചാലേ, നമ്മള് സാധാരണ ഇപ്പം ഏതൊരമ്മ നോക്കുമ്പോഴും സ്വന്തം മകളെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് നിൽക്കുമ്പോൾ അതിൽ ഫോട്ടോസ് എടുക്കുന്ന, ആ ഫോട്ടോസ് വീഡിയോസ് ആക്കുന്നത്, ഫോട്ടോ എടുക്കുന്നവർ ഉൾപ്പെടെ ബ്ലൂപേഴ്സ് പോലെ വരുന്നുണ്ട്.
അപ്പം ഏതൊരു മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും അതിന് ഞാൻ സംഭവിക്കുന്ന അവരെ കാര്യങ്ങളുള്ളത്. ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നമ്മുടെ നാട്ടിലാണ് ഇതിനൊക്കെ ഇപ്പം ഞാൻ എപ്പോഴും എന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ ജനിക്കേണ്ട ഒരാളേ അല്ലായിരുന്നു. ജനിക്കേണ്ടതേ അല്ലായിരുന്നു. ജനിക്കേണ്ടതേ അല്ലായിരുന്നു. അതും കേരളത്തിലെ ആദ്യത്തെ അതെ അതെ. വേറെ കാര്യം, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ഈ ഫോട്ടോ, അതായത് ഹസിയുടെ ഫോട്ടോ കുറേ പേരെ കാണിച്ചു. അത് കാര്യം ഐഡന്റിഫൈ ചെയ്തല്ല ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യം. അതെ അതെ അതെ. അപ്പം ഞാൻ കുറേ ഫ്രണ്ട്സിന് അയച്ചു, ഗ്രൂപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് 2-3 ആളിയാ ഇവൾ ഇന്റർവ്യൂ എടുക്കാൻ പോതോ എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ അതിനകത്ത് 2 മീനിങ് ഉണ്ടൊന്ന്. ഒന്ന് താങ്കളുടെ ഫോട്ടോ എടുത്തതിൻ്റെ ആ മീനിങ്, 2 ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ടല്ലോ മീനിങ് വരും. അപ്പോൾ ഈ 2 മീനിങ്ങിലും എന്താ പറയാനുള്ള കാര്യം, ആ കോസ്റ്റ്യൂമിലുള്ള, അതായത് നമ്മളിപ്പം മലയാളത്തിൽ പറഞ്ഞ പൊക്കിൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന മോഡൽസ് ആണെങ്കിലും ഇപ്പോൾ വരുന്ന കോളേജ് പെൺപിള്ളേർ തന്നെ ഷോർട്സ് ഇട്ട് അത്യാവശ്യം ക്രോപ്പ് ടോപ്പ് ഇട്ട് അവർ നേവലും കാണിച്ച് തൈസും കാണിച്ചൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ പെൺപിള്ളേർ സ്ലീവ്ലെസ്സും ഇട്ട് ഈ പറയുന്ന നേവൽ യൂഷ്വലാണ്. പക്ഷെ ഞാൻ വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. അയ്യോ നേവൽ, അയ്യോ ക്ലീവേജ്, തൈസൊക്കെ എന്ന് പറയുമ്പോൾ അവള് തൊടയൊക്കെ കാണിച്ച് നടക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും, ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ആ ഫാമിലിയിൽ ആ കൊച്ച് സ്കേർട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊന്നും ഉള്ളതല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ച് അതിന് അമ്മ എനിക്ക് സ്കേർട്ട് മതി, നീ ഷോർട്സ് ഇട്ടാൽ മതി. അമ്മ പറയണം നീ ഷോർട്സ് ഇട്ടാൽ മതി, നിനക്ക് ഷോർട്സാണ് ചേരുന്നത്. പക്ഷെ നമ്മളത്രയും കൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി വരികയാണ്. എന്നാണ് ഒരു അമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ മോൾക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ഷോർട്സ് ഇടുമ്പോൾ അവൾക്ക് കൊള്ളാം, അവൾ നല്ല രസമുണ്ട് കാണും എന്നാ ഒരു അമ്മ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ സമൂഹവും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ കുറച്ചും കൂടെ പുരോഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പുരോഗമനത്തിൽ തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളവർ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് പുരോഗമനമൊന്നും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഈ ഷോർട്സ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ മൂടി പുതച്ച് നടക്കുന്ന ഈ ആൾക്കാരാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, മൂടി പുതച്ച് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും എന്താ പറയുക, ഇതിന് മൈൻഡ് വൈസ് പറയുകയാണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതേസമയം കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഓക്കെ തീർച്ചയായിട്ടും. ആക്ച്വലി ഞാനതൊരു പൊതുവെ പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ആയിട്ടോ, ഇത് മറ്റുള്ളവർക്ക് അത് തെറ്റായിരിക്കാം, എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ നോക്കിയെടുത്തോളം കാലം ഭയങ്കര പതിവ്രതകളാണ്, അല്ലെങ്കിൽ ഭയങ്കര വീട്ടുകാരുമായിട്ട് ഭയങ്കര ഇതാണ്, ഞാൻ ഭയങ്കര വീട്ടിൽ നല്ലവളാണ്, കുടുംബത്തിൽ നല്ലവളാണ്, ഞാൻ ഭയങ്കര ഇതായിട്ട് നടക്കുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന അവരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അവർ എന്താ പറയുക, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അനീഷിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ തോളിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ ഓപ്പണായിട്ടാണ് അനീഷുമായിട്ട് ഫ്രണ്ട്ലി. ഇപ്പോൾ അനീഷ് ഒരു ബോയ് ഫ്രണ്ട്, അനീഷിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അനീഷ് എങ്ങനെയാണോ പറയുന്നത് സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ അനീഷിൻ്റെ കയ്യിൽ തോളത്ത് കയറുന്നതും അനീഷിനെ ഷേക്ക് ഹാൻഡ് തരുന്നതും അനീഷിനെ ഒന്ന് ഹഗ് ചെയ്യാണ്. അതൊക്കെ ആ ഒരു സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ ഭയങ്കര എനിക്ക് ആണുങ്ങളുമായിട്ടുള്ള കൂട്ടം അങ്ങനെയൊക്കെ പറയുന്നവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ മനസ്സിലായിരിക്കും കള്ളത്തരങ്ങൾ കൂടുതൽ. ഇവർക്കാണ് സമയം കിട്ടുമ്പോൾ ഇവർ എന്താ പറയുക, എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് കേട്ടോ, അറിയാവുന്നവർ കുറേ പേര്. അതെ അത് തന്നെ. അവസരം കിട്ടുമ്പോൾ ഇവർ എന്നാൽ ആരും ഇല്ല, ആരും കാണില്ല എന്നുള്ളൊരു രീതിയിൽ. അതെ. എന്നാൽ പക്ഷെ നമ്മൾ പൊതുവെ നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ അത്രയും നല്ല ആൾക്കാർ അറിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു. ഇത് ഞങ്ങളുടെ പ്രോസ്പെക്ട് പറഞ്ഞല്ല, പുള്ളിക്കാരിയുടെ പറഞ്ഞാണ്, പുള്ളിക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. അനുഭവസ്ഥല്ലേ? എന്തോ അനുഭവസ്ഥനാണ്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ആ ഒരു രീതി.